ടെൻഷൻ ഉണ്ടാകും, സ്വാഭാവികമാണ്. സിനിമയിൽ അഭിനയിച്ച ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, അവള് ജോളിയായിരുന്നു. കുറച്ച് ഞങ്ങള് രാവിലെ പോയി കഴിഞ്ഞാല് വൈകിട്ട് വരെ എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങളായിട്ട് ഇതാണ് ചെയ്യുന്നത്. അവർ വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിയൊന്നും കാണൂല. നല്ല പ്രതീക്ഷയോടെ അവർ ഇരിക്കല്. സുഫിയ എന്റെ ഉമ്മ കൊണ്ടാക്കാണ് പഠിക്കാൻ. പിന്നെ എന്റെ ഒരു പാർട്ട്ണർ, അവിടെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, കോ ആക്ടർ. അപ്പം അവിടെ നിന്ന് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ചെറു മിനി ലവ് സ്റ്റോറിയാണ്. ഇവിടുത്തെ സാർമാരെക്കാട്ടിലും ഒത്തിരി ഡിഫറൻസ് ഉണ്ട് സിനിമയിലെ സാർമാർക്ക്. കാരണം ഭയങ്കര ഫണ്ണി ആയിട്ടും എന്നാ സ്ട്രിക്റ്റ് ആയിട്ടും ഒരു മണ്ടന്മാര് രീതി അങ്ങനെ. ആദ്യത്തെ സിനിമയിൽ അതിൻ്റെതായ കുറെ തെറ്റുകളും പക്ഷെ എന്നാൽ കൂടി അവര് നമ്മള് ഓരോരോ ആംഗിൾ പഠിപ്പിച്ചു വരിക ചെയ്തത്. അപ്പം കുറെ ലൈഫ് ലെസൺസും ഉണ്ടായിരുന്നു. പിന്നെ സിനിമ എന്താണ് ആക്ച്വലി നമ്മൾ തിയേറ്റർ കാണുന്ന പോലെ അങ്ങനെയല്ല. പക്ഷെ അതിനകത്ത് കുറെ എല്ലാവരുടെയും യൂണിറ്റ് പിടിച്ച് നമ്മുടെ ഡയറക്ടർ എല്ലാവരുടെയും അത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നാണ് മനസ്സിലായത്. ഹലോ എവ്രിവൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്ന സിനിമയുടെ കാസ്റ്റ് ആണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളി, സുഖം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എന്റെ പേര് റജബ് എന്നാണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂരിനാണ് വരുന്നത്. എന്റെ ഫസ്റ്റ് മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആഗ്രഹം വെച്ചിട്ടാണ് ഈ ഒരു മൂവിയിൽ ഞാൻ ജോയിൻ ചെയ്തത്. ഷൂട്ട് കഴിഞ്ഞിട്ട് നല്ല പ്രതീക്ഷയോടെയാണ് എന്തായാലും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ഓണത്തിനാണ് റിലീസ് ചെയ്യുന്നത്. എല്ലാ ഓണം പോലെ അല്ല, ഞങ്ങൾക്ക് എന്താ പറയാ, ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ഓണം. എന്റെ പേര് വാമിക, ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരുന്നു. ഇതെന്റെ ഫസ്റ്റ് മൂവി തന്നെയാണ്. അപ്പൊ ഞാനും അത്രത്തോളം ആസ്വദിച്ച് ചെയ്ത ഒരു ഫിലിമാണ്. അപ്പോ നന്നാകുന്നു പ്രതീക്ഷിക്കുന്നു. ഹായ് എവ്രിവൺ, എൻ്റെ പേര് ആതിര വി മനു. എൻ്റെ വീട് ബാംഗ്ലൂരാണ്, നാട് ആലപ്പുഴ ചേർത്തല. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഇതല്ലാണ്ട് ഞാൻ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണലി നമ്മൾ ക്ലാസിക്കൽ ഡാൻസർ ആൻഡ് ബാംഗ്ലൂർ. അപ്പോൾ നമ്മൾ ഈ ഓണം ഈ വർഷം വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ആദ്യമായിട്ട് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്നതാണ്. അപ്പം ഈ റോളിനെ കുറിച്ചൊന്നും അല്ല, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ നമ്മളെല്ലാവരും ഓരോരോ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്ത് എല്ലാവരും അതിൻ്റെതായ ഇൻവെസ്റ്റ് ചെയ്ത് നടക്കുന്നു. സോ ഐ വിഷ് ഓൾ ഓഫ് യു കം സപ്പോർട്ടേഴ്സ്. അപ്പൊ മൂന്നുപേര് ഫസ്റ്റത്തെ മൂവിയാണ്. ടെൻഷൻ ഉണ്ട് അതിന്റെ? ടെൻഷൻ ഉണ്ടാകും, സ്വാഭാവികമാണ്. സിനിമയിൽ അഭിനയിച്ച ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, അവള് ജോളിയായിരുന്നു. അറിഞ്ഞില്ല നമ്മള് എങ്ങനെ ഒരു ഫ്രണ്ട്സ് ലൈക്ക് എല്ലാവരുമായിട്ടും ഫാമിലി പോലെ. അതുകൊണ്ട് ടെൻഷൻ ഒന്നും ഇല്ലാറില്ല. അപ്പൊ നിങ്ങൾ ഈ സിനിമയിലോട്ട് എങ്ങനെ വരുന്നത്? ലൈക്ക് എങ്ങനെ കാസ്റ്റ് ചെയ്യപ്പെട്ടത്? കാസ്റ്റിംഗ് കോള് കണ്ട് ഓഡിഷൻ ത്രൂ. എല്ലാരും ഓഡിഷൻ വഴിയാണ്. ശ്രീലാൽ സാർ ശ്രീലാൽ സാറിന്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ശ്രീലാൽ സാർ കുറെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിരുന്നു. സാറിന് ബയോ ഇങ്ങനെ അയച്ചു കൊടുത്തായിരുന്നു, ഡാൻസിന്റെ ഷോർട്ട് ഫിലിംസ്. അങ്ങനെയല്ലേ. അപ്പൊ നിങ്ങൾ കണ്ടത് കാസ്റ്റിംഗ്? ഒരുപാട് കാസ്റ്റിംഗ് അയച്ചിട്ടുണ്ട്. വെടി വന്നതില് വളരെ ചുരുക്കമാണ്. ഞങ്ങളൊരു ഭാഗ്യം പോലെ എന്തെങ്കിലും പടത്തിൽ ഞങ്ങൾ സെലക്ട് ചെയ്യും. പൊതുവെ ഈ കാസ്റ്റിംഗ് കോളൊക്കെ എപ്പോഴും ജെന്യുവൻ ആവണമെന്നൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട് എന്തെങ്കിലും? കാസ്റ്റിംഗ് കോള് പോയിട്ട് ലൈക്ക് ഇപ്പൊ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്? കുറച്ച് ഞങ്ങള് രാവിലെ പോയി കഴിഞ്ഞാല് വൈകിട്ട് വരെ എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങളായിട്ട് ഇതാണ് ചെയ്യുന്നത്. അവർ വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിയൊന്നും കാണൂല. നല്ല പ്രതീക്ഷയോടെ അവർ ഇരിക്കല്. പക്ഷെ ഇതെന്തോ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ. ഇപ്പൊ പ്രൊഡ്യൂസർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും നല്ല അത്രയും സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നു. അപ്പൊ ഇതിൽ നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാവോ? എന്റെ ക്യാരക്ടർ ഇതില് ബിനു എന്നാണ് ക്യാരക്ടർ. ഈ ട്യൂട്ടോറിയലിൽ ഉള്ള ഒരു വിദ്യാർത്ഥിയായിട്ട് പ്രധാനമായിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെല്ലാരും പഠിക്കാൻ വളരെ മോശമായിട്ടുള്ള ആളുകളാണ്. എന്താ പറയാ, എൻജോയ് ചെയ്യണം എന്നുള്ളതിൽ മാത്രം നടക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെയാണ് അതിന് പറ്റിയ അധ്യാപകരുമാണ് ഞങ്ങൾക്ക്. ആ ട്യൂട്ടോറിയൽ നടത്തുന്നത് നിർമ്മൽപ്പാരായി നമ്മൾ സുധീഷ് ചേട്ടനും ഇവരൊക്കെയാണ് ട്യൂട്ടോറിയൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഞങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ള പരിചയമുണ്ടായിരുന്നു. പക്ഷെ അവരടുത്ത് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അത്ര ഹാപ്പി ആയിരുന്നു. ഒരു 28 ദിവസത്തോളം ഉണ്ടായിരുന്ന ഷൂട്ടിങ് കാര്യങ്ങളായിരുന്നു. വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് എന്ത് ചെയ്തത്. ഞങ്ങൾ പോയത്, ഞങ്ങളെല്ലാവരും പോയത്.
നിങ്ങളുടെ ക്യാരക്ടർ ഒക്കെ എങ്ങനെയാണ്? എന്റെ ക്യാരക്ടർ സുഫിയ എന്നാണ്. സിഫിയ സുഫിയ. സുഫിയ ഓക്കെ. എന്റെ ഉമ്മ കൊണ്ടാക്കാണ് പഠിക്കാൻ. പിന്നെ എന്റെ ഒരു പാർട്ട്ണർ, അവിടെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, ഒരു കോ ആക്ടർ. അപ്പം അവിടെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ചെറു മിനി ലവ് സ്റ്റോറിയാണ്. ഒരു ക്യൂട്ട് ആൻഡ് ഫണ്ണി, കുറെ മിസ്റ്റീവ്സ് ഒക്കെ നടക്കുന്ന ഒരു സ്റ്റോറി. ക്യാരക്ടർ ബിൽഡ് ആയിക്കൊണ്ട് പോകുന്നതാണ്. അപ്പൊ എനിക്ക് എൻട്രി ആദ്യമില്ല, പിന്നെയാണ് ക്യാരക്ടർ ബിൽഡ് ആവുന്നത്. മാമിക്കത് എന്റെ ക്യാരക്ടറിന്റെ പേര് എന്ന് പറയുന്നത് ലേഖ ഫ്രാൻസിസ് എന്നാണ്. ഒരു ചെറിയ റോളാണ്, സ്റ്റുഡന്റ് ആണ്. അങ്ങനെ ട്യൂട്ടോറിയൽസിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് തന്നെ. അപ്പൊ 3 പേര് സ്റ്റുഡന്റ് ആയിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത്. അപ്പൊ നിങ്ങളുടെ ഈ റിയൽ ലൈഫ് സ്റ്റുഡന്റ് ലൈഫും ഈ സിനിമയിലും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നിയ ഡിഫറൻസ് തോന്നുന്നുണ്ട്. അത് ഇവിടെ ഉഴപ്പും റിയൽ ലൈഫ് പഠിപ്പിച്ച് അങ്ങനെയായിരുന്നു. ഇവിടുത്തെ സാർമാരെക്കാട്ടിലും ഒത്തിരി ഡിഫറൻസ് ഉണ്ട് സിനിമയിലെ സാർമാർക്ക്. കാരണം ഭയങ്കര ഫണ്ണി ആയിട്ടും എന്നാ സ്ട്രിക്റ്റ് ആയിട്ടും ഒരു മണ്ടന്മാര് രീതി അങ്ങനെ. ശരി, അങ്ങനത്തെ സാർമാർ എന്തായാലും നമ്മുടെ റിയൽ ലൈഫിൽ ഉണ്ടാവില്ല. നിങ്ങൾക്കോ എന്തായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? ശരിക്കും നമ്മുടെ സ്കൂൾ ലൈഫ് ഓർത്തോ, ലൈക് കോളേജ് ലൈഫ് അങ്ങനെയൊക്കെ ഓർമ്മ വന്നത്? പണിഷ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ നമ്മുടെ പണ്ടത്തെ സ്കൂളിലൊക്കെ ഫോളോ പണ്ട് കേട്ടിട്ടുള്ളൂ ഈ ട്യൂട്ടോറിയൽസ് എന്നൊക്കെ. നമ്മള് എന്താ പറയാ, പഴയ സിനിമയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടിരുന്നു. പിന്നെ ഈ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോച്ചിങ് സെന്ററുകളായിരുന്നു. പക്ഷെ ട്യൂട്ടോറിയൽസ് എന്ത് ചെയ്ത് ബാക്ക്വേർഡ് വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സ്റ്റോറി വലിയ ഭയങ്കര സ്റ്റോറി എന്നുള്ളതല്ല, പക്ഷെ ആ പടത്തിന്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഠനം കൂടുതൽ കളി, അങ്ങനത്തെ ആ രീതിയിലാണ് ആ പടം തന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷയിൽ വന്നിരിക്കലല്ല, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ വരികയാണെങ്കിൽ നല്ലൊരു മൂവി ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ ഉറപ്പാണ്. ഇപ്പൊ ഈ അടുത്തിറങ്ങിയ വാഴയാണെങ്കിലും ഇങ്ങനെ കുറെ സ്റ്റുഡൻസ് ലൈഫും അങ്ങനെയൊക്കെയല്ല പോണം. അപ്പൊ അതേപോലെ നമ്മുടെ കുറെ എന്റർടൈൻമെന്റ്, കോമഡി അങ്ങനത്തെ കുറെ എലമെന്റ്സ് നമ്മുടെ ഈ സിനിമയിലുണ്ട്. ഉണ്ട്, കുറെ കോമഡീസ് ഒക്കെ കാണാൻ പറ്റും. അതെ, ഇപ്പത്തെ ഓഡിയൻസിനും എന്റർടൈൻമെന്റ് ഭയങ്കര ഇഷ്ടം. അപ്പൊ നമ്മുടെ ഈ സിനിമയിലും ഭയങ്കര ഒരു മാസ് എന്റർടൈൻമെന്റ് ആകുമോ? അങ്ങനൊന്നുമില്ല, മാസ് എന്റർടൈൻമെന്റ് രീതിയിലൊന്നും ഇല്ല. ഇത് കോമഡി ട്രാക്കിലൂടെ പോകുന്ന ഒരു സിനിമ അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങക്ക് ഈ സിനിമയിൽ വന്നിട്ട് ലൈക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? ഈ സിനിമയുടെ ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടി. ഏറ്റവും വലിയ കാര്യം ഇവരാവട്ടെ അതേപോലെ തന്നെ എല്ലാരും അടുത്തറിയാൻ കഴിയും. ഈ പറഞ്ഞ സുധീഷ് ചേട്ടനെ, ഭാഷാന സാരി, ജോണി ആന്റണി, അൽത്താഫ്, അങ്ങനത്തെ ഒരുപാട് വർക്ക് ചെയ്യാനും കഴിഞ്ഞു. അത് ഞങ്ങളൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും. ഇവരുടെ എല്ലാ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, അവരിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റും. കാര്യം നമ്മളെ പറഞ്ഞു തരാനും ചെയ്തത്. ആദ്യത്തെ സിനിമയിൽ അതിൻ്റെതായ കുറെ തെറ്റുകളും പക്ഷെ എന്നാൽ കൂടി അവര് നമ്മളെ ഓരോരോ ആംഗിളിൽ പഠിപ്പിച്ചു വരിക ചെയ്തത്. അപ്പം കുറെ ലൈഫ് ലെസൺസും ഉണ്ടായിരുന്നു. പിന്നെ സിനിമ എന്താണെന്ന് ആക്ച്വലി നമ്മൾ തിയേറ്ററിൽ കാണുന്ന പോലെ അങ്ങനെയല്ല, പക്ഷെ അതിനകത്ത് കുറെ എല്ലാവരുടെയും യൂണിറ്റ് പിടിച്ച് നമ്മുടെ ഡയറക്ടർ എല്ലാവരുടെയും അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ലൈറ്റ് പിടിക്കുന്ന ചേട്ടനാണെങ്കിലും എഴുതുന്ന ആളാണെങ്കിലും എല്ലാവരുടെയും ഹാർഡ് വർക്ക് ആണ് ഈ സിനിമ. നിങ്ങൾക്ക് എല്ലാവരും ലൈക്ക് സിനിമ എന്നുള്ള ആഗ്രഹം കൊണ്ട് സിനിമയിലോട്ട് വന്നതാണോ, അതോ അബദ്ധത്തിൽ ചെന്നപ്പെടാൻ ആഗ്രഹമുള്ളതാണോ? ആഗ്രഹം കൊണ്ട് സംബന്ധിച്ച് കുഞ്ഞിലേ തൊട്ട് എനിക്ക് സിനിമാ നടി ആകണം എന്ന് ഒരാഗ്രഹം. തീർച്ചയായും എല്ലാ പിള്ളേരെ പോലെ തന്നെ എല്ലാവർക്കും ഒരു ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ട് നടനാവുന്നത്. ശരിയാ, എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ചെറുപ്പം മുതലുള്ള വലിയൊരു ആഗ്രഹമാണ് നടനാവുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ ഓടിയിട്ടുണ്ട്. പിന്നെ പല കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഈ ഇതിന്റെ പിറകിങ്ങനെ അധികം അത് മാത്രമായിട്ട് എന്തായാലും കഴിയില്ലല്ലോ, ജീവിതമാണല്ലോ. പക്ഷെ എന്നാലും ആഗ്രഹിച്ച് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൈകളിൽ എത്തുന്നുള്ളതിൽ തെളിവാണ്. കാരണം ഞാൻ അത്ര ആഗ്രഹിച്ച് വന്ന ഒരാളായതുകൊണ്ട്. അപ്പൊ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്, എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും പടം പോയി കാണുക. ഓണത്തിനാണ് റിലീസ്, അതായത് സെപ്റ്റംബർ 13-നാണ്. വൻകിട മൂവികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഞങ്ങളൊരു ചെറിയ ഒരു വലിയ സിനിമ, അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫാമിലിയോട് കൂടിയിട്ട് പോയിട്ട് കണ്ട് വിജയിക്കാറുള്ളതാണ് ഞങ്ങളൊക്കെ ആഗ്രഹം. അപ്പം ഓണം സമയമൊക്കെയാണ്, നിങ്ങൾക്ക് ഫാമിലിയിലൂടെ പോയി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി കോമഡി ഫിലിം തന്നെ ആയിരിക്കും. ഞാൻ ഒരുപാട് ആസ്വദിച്ച് ചെയ്ത ഒരു ചെറിയ വലിയ സിനിമ തന്നെയാണ്. അപ്പൊ നിങ്ങളും ആസ്വദിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഓണം പ്രതിഭയോടൊപ്പം നമുക്ക് ആഘോഷിക്കാം.
അതുപോലെ തന്നെ ഈ ഓണം പ്രതിഭയുടെ ഒപ്പം ആഘോഷിക്കാം. അപ്പൊ ഇത് കുറേ പേരുടെ ഒരു ആഗ്രഹമാണ്. പിന്നെ അതിപ്പം ഒരു ഫൺ എലിമെന്റ് ആണ് സിനിമ. ഇപ്പം ഉള്ളൊരു ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ ഭയങ്കര തലകുത്തി എല്ലാവർക്കും ഒന്ന് ചിരിച്ച് ആസ്വദിച്ച ഒരു ഫാമിലി എന്റർടൈൻമെന്റ്, എന്നാൽ നമുക്ക് നോസ്റ്റാലജിയ കൊണ്ടുവരുന്ന കുറേ മൊമെന്റ്സ് ഉള്ള സിനിമയാണ്. അപ്പൊ എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം, ഓരോരോ ആൾക്കാരും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കും ഇനി നല്ല നല്ല റോളുകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.